വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫൂട്ടേജ് സിനിമ കണ്ടു, അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ. ഡയറക്ടർ ആൻഡ് എഡിറ്റർ ഷൈജു ശ്രീധരൻ, സിനിമാറ്റോഗ്രാഫി ഷിനോസ് റഹ്മാൻ, ആർട്ട് ഡയറക്ടർ അപ്പുണ്ണി സാജൻ, സ്റ്റണ്ട് ഇർഫാൻ അമീർ, റൈറ്റേഴ്സ് ഷബ്ന മുഹമ്മദ് ആൻഡ് ഷൈജു ശ്രീധരൻ, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ബിനീഷ് ചന്ദ്രൻ, ഷൈജു ശ്രീധരൻ. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക്, പിന്നെ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് ഒരു പ്രായമായ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു ആക്ടർ ഉണ്ട്, അവരുടെ പേരറിയില്ല, അവരും ഉണ്ട്. അങ്ങനെ 4 കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ എനിക്ക് ഇഷ്ടമായി എന്ന് പറയാനോ അല്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാനോ കഴിയാത്ത വിധമുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ ക്രിയേറ്റേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാധാരണ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയുമല്ലോ എന്ന്. അത് സാധാരണ സിനിമയ്ക്ക്. ഇത് ഒരു അസാധാരണ സിനിമയാണ്. ഇങ്ങനെ ഒരു സിനിമ ഞാൻ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഒരു ഹോളിവുഡ് മൂവി പോലെയാണ് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഒരു ഹോളിവുഡ് മൂവിയാണ് ഫൂട്ടേജ്. ഇതിൽ പൊതുവായി സിനിമയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് മാസ് ആക്ഷൻ രംഗങ്ങൾ, മാസ് BGM, മ്യൂസിക്, കോമഡി, അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റോറി, അല്ലെങ്കിൽ കുറേ സെൻറ്റിമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു വേറിട്ട പരീക്ഷണമാണ് ഈ ഫൂട്ടേജ് സിനിമ. ഒരു വ്യത്യസ്ത സിനിമയാണിത്. അപ്പോൾ പൊതുവായ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതേസമയം ഒരു വ്യത്യസ്തമായ സിനിമ ആയതുകൊണ്ടും ഇതിൻ്റെ മേക്കിംഗ് കൊണ്ടും എനിക്കിത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി എന്ന് പറയാനോ ഇഷ്ടമായില്ല എന്ന് അംഗീകരിക്കാനോ എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസത്തോളം ആയി എനിക്ക് ആ സിനിമ പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് അഭിപ്രായം ഉണ്ടായത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഈ കാര്യങ്ങളുമായിട്ട് ഞാൻ അവസാനം പറയുന്ന എൻ്റെ അഭിപ്രായത്തിന് ബന്ധമുണ്ട്. ഞാൻ സാധാരണ റിവ്യൂ വീഡിയോ ചെയ്യുന്ന പോലെ ഉള്ള ഒരു വീഡിയോ അല്ലത്, ഒരു റിവ്യൂ അല്ലത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തന്നെ തോന്നും. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം അവസാനം എൻ്റെ അഭിപ്രായവും മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ സിനിമയുടെ നെഗറ്റീവ് വശങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങളിവിടെ ഒരു പോസ്റ്റർ കാണുന്നില്ലേ? അത് ഞങ്ങളുടെ തെരുവിൽ ഒരു ചുമരിൽ ഒട്ടിച്ചിരുന്ന, ആ സിനിമക്കാർ ഒട്ടിച്ചിരുന്ന ഈ ഫൂട്ടേജ് സിനിമയുടെ പോസ്റ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒന്ന്, നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ നിറഞ്ഞു നിൽക്കുന്നു, അവരാണ് ഇതിലുള്ളത്. അതേപോലെ ഈ സിനിമയുടെ പേരും കാണാം. അപ്പോൾ മഞ്ജു വാര്യറിനെ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇതൊരു നല്ല ഫാമിലി ഫിലിമാണ്, അവരുള്ളത് കൊണ്ട് ഈ സിനിമ നല്ലൊരു ഫിലിമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അതാണ് ആ പോസ്റ്റർ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ആ പോസ്റ്ററിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, കാണുന്നുണ്ടോ? ഞാൻ തന്നെ അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒന്ന് നിങ്ങൾ അതിലേക്ക് നോക്കൂ. അതിൻ്റെ താഴെ 18+ എന്ന് ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതൊരു അഡൾട്ട്സ് ഓൺലി ഫിലിമാണ്. ഇതിൽ അശ്ലീല രംഗങ്ങളുണ്ട്. പക്ഷേ മഞ്ജു വാര്യറിനെ നമ്മൾ കാണുമ്പോൾ ഇത് ഒരു ഫാമിലി സിനിമയായിരിക്കും, അല്ലെങ്കിൽ കേരള തനിമയുള്ള സിനിമയായിരിക്കും എന്നല്ലേ നമ്മൾ കരുതുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഫാമിലി ആയിട്ട് എല്ലാവരും ഈ സിനിമയ്ക്ക് പോകും. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ പോയപ്പോൾ ഒരു 20 പേരോളം അവിടെ അകത്തുണ്ട്. അതിൽ പ്രായമായ 2 അമ്മമാർ, അവരുടെ മക്കൾ, അവരുടെ പേരക്കുട്ടികൾ എല്ലാം തന്നെ വരിക്ക് വന്നിരിക്കുന്നുണ്ട്. മഞ്ജു വാര്യറിനെ കണ്ടിട്ടായിരിക്കും. അതേപോലെ വേറെ കുറച്ച് ചെറുപ്പക്കാരും പെൺകുട്ടികളും അവരുടെ ഒപ്പം, എനിക്ക് തോന്നുന്നു വൈഫായിരിക്കും, അവരൊക്കെ വന്ന് വരിക്കിരിക്കുന്നുണ്ട്. ഈ സിനിമ തുടങ്ങിയതും തന്നെ ഫസ്റ്റ് സീന് തന്നെ ഒരു ചെറിയ തുണി പോലും ഇല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സീന്. എല്ലാവരും ഞെട്ടിപ്പോയില്ലേ? കാരണം അതിൽ എന്ത് പൊസിഷൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്ക് ഫുൾ ഒരു തുണിയും ഇല്ലാത്ത ഒരു രംഗം. പക്ഷേ അവർ ആ രഹസ്യ ഭാഗങ്ങളൊക്കെ അവർ നല്ല വെളിച്ചമൊക്കെ കൊടുത്തിട്ട്, ഇതിൻ്റെ ക്യാമറാമാന്, എഡിറ്ററൊക്കെ ആ ഭാഗമൊക്കെ ഒരു മറഞ്ഞ രീതിയിലാണെങ്കിൽ തന്നെയും അത് ശരിക്കും വസ്ത്രമേ ഇല്ലാതെ ലൈംഗിക ബന്ധത്തിലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ തന്നെയാണ്. അതന്നെയാണ് സംഭവം. അത് കാണിക്കുന്നു. അപ്പോൾ ഈ അമ്മമാരൊക്കെ ഞെട്ടിപ്പോയില്ലേ? ഞാൻ ഇങ്ങനെ സീറ്റിൽ അവരെ നോക്കി.
അപ്പം ഞാൻ അവരെ നോക്കുമ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം പേരക്കുട്ടികളും മക്കളും ഒക്കെ അവരെല്ലാവരും കൂടിയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കാവില്ലേ? അങ്ങനെ ഒരു രംഗം ഈ സിനിമയിലുണ്ട്. അതുമാത്രമല്ല, ഈ സിനിമയിലുടനീളം ചുംബന രംഗങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതും ഹൈഡ് ചെയ്തുകൊണ്ടുള്ള ചുംബന രംഗങ്ങളല്ല, കടുത്ത രീതിയിലുള്ള ചുംബനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള അഡൾട്ട്സ് ഓൺലി ഫിലിമാണിത്. അപ്പോൾ അത് ഇവർ പോസ്റ്ററിൽ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അത് കുറച്ച് വലുതാക്കി കൊടുക്കണമായിരുന്നു. ആ ഒരു നെഗറ്റീവ് വശം ഇതിൽ ഉണ്ട്. എന്നാൽ ഈ സിനിമയുടെ കഥയുടെ പശ്ചാത്തലം, അതേപോലെ ഇതെടുത്തിരിക്കുന്ന ലൊക്കേഷന്, ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം, അതുപോലെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു ഹോളിവുഡ് മൂവി പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രംഗങ്ങൾ ഈ സിനിമയ്ക്ക് വെക്കാതിരിക്കാനും പറ്റില്ല. അതൊരു അവിഭാജ്യ ഘടകവുമാണ്. കാരണം ഇത്തരം രംഗങ്ങൾ കൂടി ഈ സിനിമയിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈ കഥയുടെ പശ്ചാത്തലത്തിനും അതിൻ്റെ രീതിക്കും അനുസരിച്ച് ഇതിനെ ഫുള്ളായിട്ട് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടാണ് അവർ അത്തരം രംഗങ്ങൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എന്തൊക്കെ ഒരു ഹോളിവുഡ് മൂവി ആയാലും കേരളത്തിലുള്ളവരാണല്ലോ ഈ സിനിമ കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തനിമയെ അതിൽ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ വേണം നമ്മൾ ഒരു നല്ല സിനിമ എടുക്കാൻ. കാരണം ഇതൊരു പടം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്. ഇതൊരു നല്ല സിനിമ എന്ന രീതിയിലാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രംഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, എന്നാൽ അതേസമയം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇതിൽ കടുത്ത ചുംബന രംഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ രംഗങ്ങൾ മാക്സിമം ഒരു 2 തവണയൊക്കെ വെക്കാം. അതും ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊണ്ട് അങ്ങനത്തെ രംഗങ്ങൾ ഇരുന്നോട്ടെ. പക്ഷേ അത് വലിയ കുഴപ്പം എല്ലാവർക്കും ചേർന്ന് കാണുമ്പോൾ ഒരു കുഴപ്പം തട്ടാത്ത രീതിയിൽ വെച്ചുകൊണ്ടും ഈ സിനിമയുടെ ആ ഒരു കഥാപശ്ചാത്തലത്തിനനുസരിച്ചുള്ള മേക്കിംഗ് ചെയ്യാമായിരുന്നു. ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഇങ്ങനത്തെ രംഗങ്ങൾ ഉണ്ടെങ്കിലേ അതായത് ഇവർ വെച്ച അത്രയും വലിയ രംഗങ്ങൾ ഉണ്ടെങ്കിലേ ഈ സിനിമ പൂർണ്ണമാവുകയുള്ളൂ എന്നൊന്നുമില്ല. ഇത്രയൊക്കെ ചെയ്ത ഇവർക്ക് അങ്ങനെ ആ രീതിയിൽ ഈ സിനിമ എടുക്കാമായിരുന്നു. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഈ സിനിമയുടെ ലെവൽ ഒരു വേറെ ലെവലായിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രധാന നെഗറ്റീവ് വശമായിട്ട് ഞാൻ കണ്ടത് ഇങ്ങനത്തെയുള്ള രംഗങ്ങൾ ഫാമിലിയായിട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ അച്ഛനമ്മ, ഞാൻ, വൈഫ്, മക്കൾ എല്ലാവരും കൂടി ഈ സിനിമ എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ ഫാമിലിക്കും കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ഫാമിലികൾക്ക് ഇത് കുഴപ്പമില്ലായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫാമിലിക്ക്, ഞാൻ എന്നെക്കുറിച്ചാണല്ലോ ഈ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ പൊതുവായ സിനിമയുടെ വശങ്ങളൊന്നും ഇതിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നല്ല, സാധാരണ രീതിയിൽ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ വെക്കാത്തത് കൊണ്ടും അതൊരു മൈനസ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ അഡൾട്ട്സ് ഓൺലി വിഷയം. മറ്റൊന്ന് പൊതുവായ കാര്യങ്ങൾ കുറവാണ് എന്നുള്ളതും. ഈ കാര്യങ്ങളാണ് നെഗറ്റീവ് വശങ്ങൾ. ഇനി ഈ സിനിമയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നവർ ഷിനോസ് റഹ്മാൻ അവരുടെ നേതൃത്വത്തിൽ ചെയ്ത ആ ഷൂട്ടിങ് അസാധ്യ മേക്കിംഗ് ആണ് കേട്ടോ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാമറ, ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്കടക്കം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ അറിയാം. അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നടന്നുകൊണ്ട് വീഡിയോ എടുക്കാം, ഓടിക്കൊണ്ട് വീഡിയോ എടുക്കാം, അതേപോലെ സ്റ്റില്ലായിട്ട് വെച്ചുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കാം. അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം അല്ലേ? അതായത് നമ്മൾ ഓടിക്കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ ഷെയ്ക്ക് വരും, നടന്നുകൊണ്ട് ഇരിക്കുമ്പോഴും അതിൻ്റേതായ ഷെയ്ക്ക് വരും. അതേപോലെ സ്റ്റില്ലായിട്ട് വെച്ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് ചെറിയ കുട്ടികളാക്കാൻ ശീലമുള്ളവരാണ്. അത് തന്നെയാണ് ഈ സിനിമയിലും അവർ എടുത്തിരിക്കുന്നത്. അതായത് ഇതിലെ ആക്ടേഴ്സ് ഈ സിനിമയിൽ അവസാനം വരെയും അവർ ക്യാമറയും പിടിച്ചുകൊണ്ട് അവർ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു, അവർ നടക്കുന്നു, അവർ ഓടുന്നു. അപ്പോഴൊക്കെ എങ്ങനെയാണോ ആ ക്യാമറയിൽ വീഡിയോ പതിയുക ഷെയ്ക്കായിക്കൊണ്ടും ആ രീതിയിലൊക്കെ, അതേപോലെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിലിരിക്കുന്ന സീറ്റിൽ നിന്ന് നമ്മൾ തന്നെ ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ തന്നെ ആ വീഡിയോ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ സിനിമേൻ്റെ ഉള്ളിലുള്ള പോലെയുള്ള ഒരു അനുഭവം ഇവർ നൽകിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഷൂട്ടിംഗാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഷിനോസ് റഹ്മാനും അവരുടെ കൂട്ടരും ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. അതിന് ഷിനോസ് റഹ്മാന് ഈ ചാനലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ ഇവരെടുത്തിരിക്കുന്ന ഈ ഒരു ഷൂട്ടിങ് അത് അങ്ങനെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണം. അപ്പോൾ സൈജു ശ്രീധരൻ
ഈ സിനിമയെ ആ ഫൂട്ടേജുകളെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹോളിവുഡ് മൂവിയുടെ ഒരു ലെവലിൽ അവിടെ ഡാർക്ക്നെസ്, അതേപോലെ ഗോൾഡൻ കളറ്, അതുപോലത്തെ കളർ ഗ്രേഡിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ഷെയ്ക്കിംഗ് വരുന്ന പോലെയുള്ള ഈ വീഡിയോകളെ അദ്ദേഹം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് കാണുമ്പോൾ ഒരു ഹോളിവുഡ് മൂവിയായിട്ട് തന്നെയാണ് ഈ എഡിറ്ററും ഈ ഷൂട്ട് ചെയ്ത ഷിനോസ് റഹ്മാനും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ രണ്ടുപേർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ, ഈ സിനിമ തൊടുപുഴയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളിത് കാണുമ്പോൾ തൊടുപുഴയിലാണ് എടുത്തിരിക്കുന്നതെന്ന് ആരും പറയില്ല. ശരിക്ക് വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമ ചിത്രീകരിച്ചതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇനി ഈ കഥ എഴുതിയിരിക്കുന്നത് ഷബ്ന മുഹമ്മദ് ആൻഡ് സൈജു ശ്രീധരൻ. ഈ കഥയുടെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിലുള്ള ഒരു കഥാരീതിയല്ല ഇതിനുള്ളത്. ഹോളിവുഡ് മൂവി പോലെ ഒരു വ്യത്യസ്ത കഥയാണിത്. അപ്പോൾ ആ കഥയും ഈ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും അതേപോലെ ഇതിൻ്റെ ലൊക്കേഷനും എല്ലാം കൂടി തന്നെ അതിൻ്റെ ഒരു പരിപൂർണതയിൽ ഇവർക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കഥ എഴുതിയിരിക്കുന്ന ഷബ്ന മുഹമ്മദിനും സൈജു ശ്രീധരനും കൂടി ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ കായലിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കപ്പൽ പോലെ എന്തോ ഒരു സെറ്റ്, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്യാരക്ടേഴ്സ് കയറുമ്പോൾ ഇവർ എന്തിനാ ഇതിനകത്ത് കയറുന്നത്, ഇപ്പം അനാക്കോണ്ട വരും, എന്തായാലും ഇവർക്ക് ഭയങ്കര ഒരു പ്രശ്നം വരും എന്ന രീതിയിൽ ഒരു ഹൊറർ അനുഭവം നൽകാൻ ആർട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുണ്ണി സാജൻ്റെ നേതൃത്വത്തിൽ അതവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. അതേപോലെ ഈ സിനിമയിൽ ആക്ഷൻ രംഗങ്ങളും ഉണ്ട് കേട്ടോ. ആക്ഷൻ രംഗങ്ങളുണ്ട്, പക്ഷേ സാധാരണ മാസ് ആക്ഷൻ രംഗങ്ങളൊന്നുമല്ല. ഒരു ഇംഗ്ലീഷ് സിനിമയിൽ വരുന്ന ആക്ഷൻ രംഗങ്ങൾ എങ്ങനെ ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെയാണ്. അത് നന്നായിട്ടുണ്ട്, എന്നാലും വലിയ ആക്ഷനൊന്നും അല്ല, എന്നാലും കണ്ടിരിക്കാം. അതുപോലത്തെ ആക്ഷൻ രംഗങ്ങളുണ്ട്. ഇനി ഇതിലെ കഥാപാത്രങ്ങൾ. ആദ്യം തന്നെ മഞ്ജു വാര്യറിനെ ഇങ്ങനെ ഒരു റോളിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്തായാലും അവരുടെ അഭിനയ ജീവിതത്തിൽ ഈ ഒരു ക്യാരക്ടർ അവർക്ക് എന്നും അവരെ മുകളിൽ നിർത്തിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം എന്താ വെച്ചാൽ അല്ലേ തന്നെ അവർ മുകളിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ചിത്രം കൂടി അവരുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. കാരണം ഇംഗ്ലീഷ് സിനിമയിലെ ഒരു ആക്ഷൻ ഹീറോ എങ്ങനെയിരിക്കും, ആ ഒരു ലുക്കാണ് ഈ സിനിമയിൽ മഞ്ജു വാര്യർക്കുള്ളത്. അവർ ഈ സിനിമയിൽ ആരാ, എന്താ, എങ്ങനെ, എപ്പോ ഒന്നും അറിയില്ല. അവർ സംസാരിക്കുമോ, ഊമയാണോ അല്ല സംസാരിക്കുമോ അതും അറിയില്ല. അവർ അവസാനം എങ്ങോട്ട് പോകുന്നു അതും അറിയില്ല. പക്ഷേ അവരുടെ ക്യാരക്ടർ ഗംഭീരമാണ്. ആ ക്യാരക്ടറും ഗംഭീരം, അത് ചെയ്തിരിക്കുന്ന മഞ്ജു വാര്യറും അത് നന്നായിട്ട് ജ്വലിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഇത് സിനിമയിൽ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മഞ്ജു വാര്യരുടെ ആ ക്യാരക്ടർ സൂപ്പറാണ്. ഇനി അടുത്തതായിട്ട് വിശാഖ് നായർ ആൻഡ് ഗായത്രി അശോക്. ഇവർ രണ്ടുപേരും ഒരു ലിവിങ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന കപ്പിൾസാണ്. അപ്പോൾ അവരുടെ ആ രൂപം കൊണ്ടും അതേപോലെ അവരുടെ അഭിനയം കൊണ്ടും അവർ ഈ സിനിമയിൽ അങ്ങനെ തന്നെ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ലേ, അഡൽട്സ് ഓൺലി, അതടക്കം അവരങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. അവരുടെ വേഷവും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വീട്ടുജോലിക്കായിട്ട് വരുന്ന ആ പ്രായമുള്ള ആ അമ്മ, ആ ക്യാരക്ടർ, അവർ ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇംഗ്ലീഷ് മൂവിയിൽ ഒരു വീട്ടുജോലിക്കാരി എങ്ങനെയാണ് കാണിച്ചു കൂട്ടുക, അതേപോലെ തന്നെ ആണെങ്കിലും കേരളത്തിൻ്റെ ആ ശൈലിയിലുള്ള സംസാരം, അവരുടെ റിയലായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഒക്കെ കൊണ്ട് അവർ ആ ക്യാരക്ടറെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിശാഖ് നായരും ഗായത്രി അശോകും പലപ്പോഴും പതിഞ്ഞ സ്വരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മൾ റിയലായിട്ട് രണ്ട് കപ്പിൾസ് സംസാരിക്കുമ്പോൾ അതാ അവരവിടെ വരുന്നുണ്ട്, അവരിപ്പോൾ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ഒരു പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുമല്ലോ റിയലായിട്ട്. നമ്മളായാലും അങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ, ആ രീതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റിയൽ സാഹചര്യം അവിടെ ശരിക്കും അവർ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ടോട്ടലി പറഞ്ഞ ഒരു ഹോളിവുഡ് മൂവി, ഒരു വ്യത്യസ്ത പരീക്ഷണം, ഒരു വ്യത്യസ്ത രീതിയിലുള്ള അഭിനയം, അങ്ങനെ ഒരു സിനിമ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിനിമയിൽ പൊതുവായ കാര്യങ്ങൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും ഇതിൽ അഡൾട്ട്സ് ഓൺലി വിഷയങ്ങൾ ഒരുപാട് ഉള്ളതായി, ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണെങ്കിലും ഒരുപാട് ഉള്ളതായി തോന്നിയത് കൊണ്ടും ഈ സിനിമ വിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഇതെനിക്ക് ഇഷ്ടമായി എന്ന് അക്സെപ്റ്റ് ചെയ്യാനോ
അല്ലെങ്കിൽ ഇത് നല്ലതല്ല എന്ന് തോന്നാനോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നോടേ ചോദിച്ചു, നിനക്ക് ഈ സിനിമ ഇഷ്ടമായോ? അപ്പോൾ എൻ്റെ മനസ്സ് എനിക്ക് ചൂണ്ടിക്കാണിച്ചത് ഇതാണ്, നിനക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടമായിരിക്കുന്നു. അതുകൊണ്ടാണ് നീ ഈ ഫൂട്ടേജ് സിനിമയെ ചിന്തിക്കുമ്പോഴൊക്കെ ഈ സിനിമയിലുള്ള മഞ്ജു വാര്യരുടെ ക്യാരക്ടർ, അതേപോലെ ഈ സിനിമയുടെ ആ കഥാപശ്ചാത്തലം, അതേപോലെ ആ ഹോളിവുഡ് മൂവിയുടെ ലുക്കിലുള്ള വിദേശ രാജ്യങ്ങളിലുള്ള പോലെയുള്ള ആ ലൊക്കേഷൻ, ആ സെറ്റ്, അതൊക്കെ നിൻ്റെ മനസ്സിൽ അവശേഷിക്കാൻ കാരണം. അല്ല നിനക്ക് ഈ സിനിമ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ, വെറുപ്പായിരുന്നെങ്കിൽ അപ്പം തന്നെ ഈ സിനിമയെക്കുറിച്ച് ചിന്ത വരുമ്പോഴേ നീ അതിൽ നിന്ന് മാറിക്കളയുമല്ലോ, കാരണം വെറുത്തിരിക്കുകയല്ലേ. പക്ഷേ ഈ സിനിമ നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ നിനക്ക് നന്നായിട്ട് ഇഷ്ടമായിരിക്കുന്നു. അതാണ് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞത്, അതാണ് സത്യവും. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എനിക്ക് ഇത്തരത്തിലുള്ള മേക്കിങ്, അതേപോലെ ഹോളിവുഡ് മൂവികൾ, അതേപോലെ ഈ രീതിയിലുള്ള സ്റ്റോറി, അതുപോലെ ഈ രീതിയിലുള്ള ഷൂട്ടിങ്, ഇതൊക്കെ ഇഷ്ടപ്പെടാനുള്ള ഒരു കഴിവുണ്ട്, ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു വിവേകം ഉണ്ടെന്ന് കരുതൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഇങ്ങനത്തെ വിദേശ രാജ്യങ്ങളുടെ ആ ലൊക്കേഷൻ ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടും അതേപോലെ ഈ കഥ ഇരിക്കുന്നതും കൊണ്ടുമാണ് എൻ്റെ മനസ്സിൽ അത് തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞത്. പക്ഷേ പൊതുവായ കാര്യങ്ങൾ മാത്രം ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിച്ചാൽ നന്നായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന, നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യത്യസ്ത ചിത്രമാണിത്. ഇത് കണ്ട എന്നെപ്പോലെയുള്ള പ്രേക്ഷകർക്ക് തീർച്ചയായും ഇത് എന്നും മനസ്സിൽ തങ്ങി നിൽക്കും. ഞാനിനി മഞ്ജു വാര്യറിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ സിനിമയോ കാണുമ്പോൾ ഈ ക്യാരക്ടർ എന്തായാലും എപ്പോഴും ഓർക്കും. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അവർ ഒരു ഹൊറർ അനുഭവം നമുക്ക് തരുന്നുണ്ട്, ആക്ഷൻ ചെയ്യുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല, ആരാ എന്താണെന്ന് അറിയൂല. അപ്പോൾ എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.